നമുക്കൊരു കടല മുട്ടായി ആക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള 1/2 കിലോ കടല അത് നമുക്കൊന്ന് വറുത്ത് വരണം. വറുത്തിട്ട് അതിൻ്റെ തൊലി കളയണം. നല്ലപോലെ വറുത്ത് എടുക്കണം. വറുത്ത് ഒരുവിധം തൊലി ഇങ്ങനെ പോകുന്ന പോലെ വറുത്തെടുക്കണേ. ഇത് കണ്ടോ? നല്ല പോലെ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് 1 മണിക്കൂർ നേരം വറുത്തു കേട്ടോ. അത്രയും വറുത്ത. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൊലി കളഞ്ഞത് മേടിക്കുന്ന ഏറ്റവും നല്ലത്. ഇത് നഷ്ടമാണ്. ഗ്യാസ് അടുപ്പെല്ലാം ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് നഷ്ടമാണ് ഇതാക്കുന്നത്. ഇനി ഞാൻ മുറത്തിലോട്ട് കുടഞ്ഞിടുവാണ്. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് പാറ്റിയെടുക്കണം. ഇതുണ്ട മുറത്തിലോട്ട് പോകുന്നുണ്ട്. തുണിയും കൊണ്ട് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ പോകുന്നുണ്ട്. നല്ല പോലെ ഞാൻ പാറ്റി പെറുക്കി അതെടുത്തതാണ്. അതിന് നമുക്ക് അടുത്ത പാനി കാച്ചി ഇത് അതിൻ്റെ അകത്തോട്ടിടാം. നല്ലോണം വറുത്ത് കിട്ടിയിട്ടുണ്ട്. മുറത്തിൽ ഞാൻ പാറ്റിയെടുത്തതാണ്. 3 സ്പൂണ് വെള്ളം ഒഴിച്ച് ശർക്കര ഞാൻ ഉരുക്കുവാണ്. ശർക്കര എന്ന് പറഞ്ഞാൽ ഇത് കല്ലെല്ലാം പോക്കാനും എല്ലാം ശർക്കര അരിച്ചെടുക്കണം. 3 സ്പൂണാകുമ്പോൾ അല്ലെങ്കിൽ വെള്ളം പറ്റാൻ താമസിക്കുവേ. അതിന് വേണ്ടിയാണ് ഇതെല്ലാം നല്ലപോലെ ഉരിക്കണം. 1/2 കിലോ ഇത് കടലക്ക് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കടല ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ലേശം നെയ്യ് തടക. എന്നാൽ പിന്നെ അത് കിട്ടാനല്ല എളുപ്പമുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തടകി കൊടുക്കുക. അപ്പോൾ കത്തിക്കും. ഞാൻ ഒറ്റ കൈകൊണ്ട് ആണ് വീഡിയോ പിടിക്കുന്നത്. അതിൻ്റെ ഒരു വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം. ഇപ്പോൾ ഇവിടെ ആരുമില്ല പിടിച്ചു തരാനൊന്നും. അപ്പം ഞാൻ സ്വന്തം ഒറ്റ കൈ കൊണ്ടെല്ലാം ചെയ്യുക. എന്നാലും സാരമില്ല. എനിക്കങ്ങനെ ഒരു ഇഷ്ടമാണ്. പാചകം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലും തൂകി ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. കത്തിക്ക് മുറിച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുക. അപ്പം നെയ്യ് നല്ലപോലെ തടകി ഇനി ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതിയല്ലോ. നല്ലപോലെ സൈഡിലും ഇത് അരിച്ചെടുക്കുവാണ്. ഇത് അരിക്കുന്നത് ശരിക്കും അതിൻ്റെ അകത്ത് പിടിക്കാൻ പറ്റുന്നില്ല. ഒറ്റക്കൈ കൊണ്ടാക്കുന്നുണ്ട്. ഇത് അരിച്ചെടുക്കുക. ഇല്ല കല്ലും അതെല്ലാം ഉണ്ടെങ്കിൽ ഇതായി പോകാൻ വേണ്ടി അരിച്ചെടുക്കുക. നല്ലപോലെ അരിച്ച് ഇതിൻ്റെ അകത്താക്കി. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് കുറുകി വരണം. ശരിക്കും ഒറ്റക്കൈ കൊണ്ടെല്ലാം പിടിക്കുന്നത് റിസ്ക്. ഇടക്കിടക്ക് ഇളകി പോകുന്ന പോലെ തോന്നും വീഡിയോ. അത് കാണുന്നവർക്ക് തലവേദന എടുക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഇളക്കാതെ പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ലപോലെ കുറുകി വരണം. ഏലക്കപ്പൊടി ലേശം ചേർക്കുവാണേ. ഒരിച്ചിരി അതിൻ്റെ ഒരു മണത്തിന്. ഏലക്കപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരിച്ചിരി ഒരു നല്ലതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ ഇത് പാകമാകാൻ ആയോ നോക്കുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ്. അതെല്ലാത്തിനും നമ്മൾ പായസത്തിനായാലും എല്ലാത്തിനും നമ്മൾ ഒരു നുള്ളു ഉപ്പിടില്ലേ. അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. നമുക്ക് നോക്കിയാലോ, ഒന്ന് ഉറ്റിച്ച് നോക്കാം. ആയിട്ടില്ല, ശരിക്കും ആയിട്ടില്ല. ഒരു ഇച്ചിരിയും കൂടി ആയി കേട്ടോ. ഇതല്ലേ
കറക്റ്റായി കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് കടല ഇടുക. ഇതാ 1/2 കിലോ കടല ഞാൻ നല്ല വൃത്തിയാക്കി വറുത്ത് വച്ചിരിക്കുന്നു. നല്ല പോലെ ഇളക്കി എല്ലാം പിടിച്ച് ഞാൻ ഇളക്കുന്ന എൻ്റെ കൈ കൊണ്ട് ഇളക്കുക. ഇത് നല്ല പോലെ പിടിച്ച് ഇതായിട്ടുണ്ട്. നല്ല ഇനി ഞാൻ ഈ പാത്രത്തിലോട്ട് കമത്തുവാണ്. ശരിക്കും നല്ല പോലെ പിടിച്ച് കിട്ടി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഞാനിതാ ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇനി നല്ല പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇടക്കിടക്കത് ഇതാകുന്നുണ്ട്. എന്നാലും സാരമില്ല, ഇടക്കിടക്ക് ഇളകി വരുവേ. എന്നാലും നമ്മൾ മടിക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കി നോക്കി അതൊന്ന് ശരിയാകുമ്പോഴുള്ള ഒരു സന്തോഷം. ശരിക്കും കടയിൽ നിന്നെല്ലാം നമ്മൾ മേടിച്ച് തിന്നിട്ടല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്ന് തിന്നുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. അയ്യോ, ഇത് വേഗം തന്നെ ഇതാക്കി വെക്കണം. ഇനി ഞാനിത് കൊണ്ടുവന്ന് നല്ല പോലെ ഒന്ന് ഉരുട്ടി നല്ല ലെവലാക്കട്ടെ. ശരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സത്യം പറയാലോ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. അതും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്നെല്ലാം പറയുന്നത്. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കട്ടെ. നല്ല കറുപ്പുള്ള വെല്ലാണ്. അതാ നല്ല കളറുണ്ട് വെല്ലത്തിന്, നല്ല കറുപ്പ്. അധികം ഇതില്ലാതെ വെല്ലാണെങ്കിൽ ഇത്രയും കറുപ്പ് കിട്ടത്തില്ല. ചിലതിങ്ങനെ ഉരുണ്ട് ഇങ്ങോട്ട് വരുവെന്നും ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് ലെവലാക്കി എടുക്കാം. ഇങ്ങനെ നമുക്ക് എന്നാലും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഉണ്ടാക്കി. എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നേ ഒന്ന് ഉണ്ടാക്കണം. എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്, നമ്മൾ കടയിൽ നിന്നെല്ലാം മേടിച്ച് തന്നതല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചിലത് ഈ വരയുമ്പം ചിലപ്പോൾ ഒരു ഇതായിപ്പോയിനെ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നല്ല രുചിയും നല്ല ഒരിതുണ്ട്. ഇങ്ങനെ അടത്ത് ഇങ്ങനെ കിട്ടിയത് ഞാൻ കീറി വെച്ചിട്ട് അത്ര ശരിയായില്ല. എന്നാലും സാരമില്ല, നമ്മൾ കൊടുക്കാനൊന്നുമല്ലല്ലോ, വീട്ടിൽ കഴിക്കാനല്ലേ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അയ്യോ, ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നു. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന വേറൊരു ടേസ്റ്റ്. ഇത് ആ വരയിടൽ ശരിയാകാതുകൊണ്ട് അത്ര ഒരു ഇതായിട്ടില്ല. എന്നാലും കടലമുട്ടായി ഞാൻ വീട്ടിലുണ്ടാക്കിയില്ലേ, അതിൻ്റെ ഒരു പവർ വേറെ തന്നെയല്ലേ. എല്ലാവരോടും പറയാമല്ലോ ഞാനും ഉണ്ടാക്കിയെന്ന്. ഈ ഇതുണ്ട ഇങ്ങനെ പൊട്ടി എനിക്ക് 2 കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഈ ഒറ്റ കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നുണ്ടേ. 2 കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ ഇതായിപ്പോന്നു. ഇനി അവരെല്ലാം വരണമെങ്കിൽ രാത്രിയാവും. അപ്പോൾ അതുവരെ എനിക്ക് സമാധാനമില്ല. കാരണം ഇതൊന്ന് പൊട്ടിച്ചിട്ടൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ കുറച്ച് കട്ടിയെല്ലായിപ്പോയി. സാരമില്ല, ഇനിയാക്കുമ്പോൾ ഞാൻ അടിപൊളിയാക്കിക്കോളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നിങ്ങളും ക്ഷമിക്കില്ല. എന്നാലും സൂപ്പറായിട്ട് കിട്ടി കേട്ടോ. ഇതേണ്ട, എന്നാലും എനിക്ക് അതിശയം തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ കറുപ്പ് പോലെയെല്ലാം തോന്നുന്നു. അത് ഇപ്പോൾ ഇവിടെ മഴക്കാറ് പോലെയെല്ലാം ഉണ്ടേ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കളറും ഇതുമല്ല എന്തോ ഒരു പോലെ. എന്നാലും കുഴപ്പമില്ല.
എന്നാലും കടലമുട്ടയാക്കി ഉണ്ടാക്കിയല്ലോ, ഞാനൊരു കഷ്ണം തിന്ന് നോക്കട്ടെ. അടിപൊളി, എല്ലാവരും പറയും അടിപൊളി എന്ന് പറയുന്നത്, എന്നാലും അടിപൊളി എന്ന് തന്നെ പറഞ്ഞു പോകുന്നു, അത്രക്കും ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ഇതും വേറൊരു ടേസ്റ്റ്. ഇത് നല്ല ഏലക്കായിൻ്റെ എല്ലാം ചൊവയും നല്ല രസമുണ്ട്. അതിനും അടുത്തുള്ളവർക്കൊന്ന് കൊടുത്തു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അവരെ അഭിപ്രായം കൂടെ നോക്കട്ടെ. മോനെ എങ്ങനെയുണ്ട് എൻ്റെ കടല മുട്ടായി? ഒന്ന് നോക്കിയേ, നല്ലോണം തിന്ന് നോക്ക്. നല്ലോണോ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒത്തിനാ? അത്രയും ഒത്തിട്ടില്ല അല്ലേ? ഒത്തിനാ അതല്ലേ? നിന്റെ അമ്മയോട് ചോദിച്ചാ അമ്മ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ്. ചേച്ചി അടിപൊളി ചേച്ചി, എന്ത് രസം ഇത്, എങ്ങനെ ഉണ്ടാക്കി ചേച്ചി? എങ്ങനെയെല്ലാം ഉണ്ടാക്കി അതല്ലേ? ഓക്കെ, എന്നാൽ സന്തോഷം. ആദ്യമായിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊരു ഇത് നല്ല, പക്ഷെ അതുപോലെ മുറിഞ്ഞു കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല.